രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരി സ്റ്റാൻഡും അതുപോലെ ആരി ഫ്രെയിമും എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആരി സ്റ്റാൻഡ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആരി സ്റ്റാൻഡിൻ്റെ റിങ്ങും അതുപോലെ ലെഗ്സും അത് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ റിങ് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് വെക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലത്തെ ഭാഗം ഇങ്ങനെ ഫുൾ സർക്കിൾ പോലെയും ഈ അടിയിലത്തെ ഭാഗത്തിലാണ് നമുക്ക് ഈ ഹോൾസ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം, ഇവിടെ 4 ഹോൾസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളിലാണ് നമ്മൾ ഈ ഓരോ ലെഗ്സും നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ സ്ക്രൂസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിൽ ഈ സ്ക്രൂ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തന്നിട്ടുള്ള ലെഗ്സ് ഇല്ലേ, അപ്പോൾ ഇതിൻ്റെ ഒരു കാല് ഞാൻ എടുത്തിട്ട് ഈ ഹോള് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തിരിച്ചാൽ മതി, അത് ടൈറ്റ് ആയിക്കോളും. ഓക്കെ, എന്നിട്ട് നല്ലോണം ഇങ്ങനെ ടേൺ ചെയ്യുക. അപ്പോൾ ഇതിനി ടേൺ ആവുന്നില്ല, അപ്പോൾ അതിനർത്ഥം ഇതായിട്ടുണ്ട് എന്നുള്ളതാണ്, ടൈറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്. അതുപോലെ അടുത്തത് ഞാൻ സ്ക്രൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഈ സ്ക്രൂ വെച്ചിട്ട് ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ അത് ചെയ്യാൻ. അപ്പം അങ്ങനെ നമ്മൾ 2 എണ്ണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ മുകളിലുള്ള സ്ക്രൂ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ഒരു ഫിംഗർ വെച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്കൊന്നും കൂടി ഈസി ആയിട്ട് ഇത് ടൈറ്റൻ ചെയ്യാൻ പറ്റും. ഈ ഫിംഗറും കൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് ഈ ഹോളിലേക്ക് ഈ സ്ക്രൂ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ടൈറ്റൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ 4 കാലും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആക്കണം എന്ന് ഇതിപ്പോൾ ഓൾറെഡി ടൈറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാനർ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ എംബ്രോയിഡറി ഫ്രെയിമിൽ എങ്ങനെയാണ് ക്ലോത്ത് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നർ റിങ്. ഈ സ്ക്രൂ ഉള്ള പോർഷൻ ഇത് ഔട്ടർ റിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലോത്ത് എങ്ങനെയാണ് ഇതിൽ ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പോപ്ലിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോപ്ലിൻ ക്ലോത്ത് നമ്മൾ ഈ ഇന്നർ റിങ് ഇല്ലേ, അതായത് ഉള്ളിലത്തെ റിങ്, ആ റിങ്ങിൻ്റെ മുകളിലേക്ക് ഈ പോപ്ലിൻ ക്ലോത്ത് വിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. വൺസ് വിരിച്ചു കൊടുത്തതിന് ശേഷം 2 കൈയും യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക ചെറുതായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സ്ക്രൂ ഉള്ള ഈ ഔട്ടർ റിങ് പ്ലേസ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. സോ വൺസ് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൺസ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അതായത് നമ്മളുടെ പോയിൻറ്റിങ് ഫിംഗറും തം ഫിംഗറും യൂസ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള ക്ലോത്ത് ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ അത് വലിക്കുമ്പോൾ നമുക്ക് ആ ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള ക്ലോത്ത് വന്നിട്ട് ടൈറ്റായി ഉണ്ടാവും. അതായത് ചുരുക്കങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. അപ്പോൾ അത് വലിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് മെല്ലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ബിക്കോസ് ഒരുപാട് ഇങ്ങനെ പ്രഷർ കൊടുത്ത് വലിക്കുകയാണെങ്കിൽ ചിലപ്പോൾ തുണി ഒന്ന് ഡാമേജ് ആവും. അപ്പോൾ മെല്ലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ വലിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൽ യാതൊരു ചുരുക്കങ്ങളോ ഇതോ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ ഡ്രംസിലൊക്കെ നമ്മൾ തട്ടുമ്പോൾ ഒരു സൗണ്ട് ഇല്ലേ, ടിക് ടിക്, അങ്ങനത്തെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കും. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഈ എംബ്രോയിഡറി ഫ്രെയിം ഈ ആരി സ്റ്റാൻഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക വേണ്ടേ. അപ്പോൾ അതിനായിട്ട് ഈ എംബ്രോയിഡറി ഫ്രെയിം നമ്മളുടെ ആരി സ്റ്റാൻഡിൻ്റെ റിങ് ഉണ്ടല്ലോ, ആ റിങ്ങിൻ്റെ പുറത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ലെഗ്സും ഫിക്സ് ചെയ്ത് കൊടുത്തില്ലായിരുന്നോ, ആ പൊസിഷനിലേക്ക് ആ
സ്ഥലത്തേക്ക് നമ്മളുടെ ഈ ഫ്രെയിം ഇറക്കി വെക്കുകയേ വേണ്ടൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ എക്സസ് വരുന്ന ക്ലോത്ത് അത് അവിടെ ഇരുന്നോട്ടെ, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.